പാലക്കാട് മണ്ണാർക്കാട് ചികിത്സയ്ക്ക് പണമില്ലാതെ സെക്യൂരിറ്റി ജീവനക്കാരൻ മരിച്ചതായി ആരോപണം. മലബാർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള പള്ളിക്കുറുപ്പ് മഹാവിഷ്ണു ക്ഷേത്രത്തിലെ സെക്യൂരിറ്റി ജീവനക്കാരനായിരുന്ന ചന്ദ്രനാണ് മരിച്ചത്. 4 ലക്ഷം രൂപ ശമ്പള കുടിശ്ശിക ലഭിക്കാനുണ്ട് എന്നാണ് മക്കൾ ആരോപിക്കുന്നത്. വൃക്കരോഗിയായിരുന്ന ചന്ദ്രൻ ചികിത്സയ്ക്ക് വേണ്ടി പലവട്ടം ബോർഡിനെ സമീപിച്ചുവെങ്കിലും പണം നൽകിയില്ല എന്ന് മക്കൾ മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. അതേസമയം ശമ്പള കുടിശ്ശികയിൽ പങ്കില്ല എന്നാണ് ദേവസ്വം ബോർഡിന്റെ വിശദീകരണം. ഏകദേശം 20 വർഷത്തിലധികമാണ് ചന്ദ്രൻ മലബാർ ദേവസ്വം ബോർഡിന് വേണ്ടി ഒരു ക്ഷേത്രത്തിൽ ജോലി ചെയ്തിരുന്നത്. കഴിഞ്ഞ ദിവസം അദ്ദേഹം മരിച്ചു. കരളിന് രോഗം ബാധിച്ചാണ് മരിച്ചത്. അവസാന സമയത്ത് ഏകദേശം 4 ലക്ഷത്തിലധികം രൂപ ഈ ദേവസ്വം ബോർഡ് അമ്പലത്തിൽ നിന്ന് കുടിശ്ശികയായി ശമ്പള ഇനത്തിൽ ലഭ്യമാകാനുണ്ടായിരുന്നു. അപ്പോൾ കൃത്യമായ ചികിത്സ ലഭ്യമാകാതെയാണ് ചന്ദ്രൻ മരിച്ചതെന്നാണ് ബന്ധുക്കളുടെയും മക്കളും ഒക്കെ പറയുന്ന പ്രധാനപ്പെട്ട ആരോപണം. നമ്മളത് അച്ഛന് വേണ്ടി കുറച്ച് ചികിത്സകൾ ചെയ്യണമായിരുന്നു ഹോസ്പിറ്റലിൽ നിന്ന്. നമുക്ക് അതിനൊന്നും ഇതുവരെ ചെയ്ത് തന്നെ നമ്മൾ ഒരുവിധ കടം കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടാണ് മുന്നോട്ട് കൊണ്ടുവരുന്നത്. നമ്മളത് ഈ പൈസയ്ക്ക് വേണ്ടി നമ്മൾ ഈ ദേവസ്വം ബോർഡ് കേസുകളായിട്ട് അവൻ്റെ ഒരുപാട് അഭ്യർത്ഥിച്ചിരുന്നു. പൈസക്ക് വേണ്ടി അതിൻ്റെ ഒന്നും ഒരു റിസൾട്ടൊന്നും നമുക്ക് കിട്ടിയില്ല. എത്ര രൂപയുടെ കുടിശ്ശിക ഉണ്ടായിരുന്നു? എങ്ങനെയാ വെച്ചാൽ 2010 മുതൽ 15 വരെ നമുക്ക് 3 ലക്ഷം റുപ്യോളം, 2014 തൊട്ട് 2024 തൊട്ട് ജനുവരി മുതൽ നവംബർ വരെ 1.25 ലക്ഷം അത്രോളം കിട്ടാണ്ട്. കൃത്യമായിട്ട് കണക്ക് നമ്മൾ അമ്പലത്തിലുണ്ട്, അതിന്റെ റിപ്പോർട്ടിലുണ്ട് പൈസ. മദർ കെയർ വട്ടമ്പലം ഹോസ്പിറ്റലാണ് ചികിത്സ കഴിയുന്നത്. അപ്പോൾ ഡയാലിസിസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ കയ്യിൽ ഫിസ്റ്റുല ചെയ്തായിരുന്നു. ഫിസ്റ്റുല ചെയ്തിട്ട് ഫിസ്റ്റുല ബ്ലോക്കായി. പിന്നെ ഫിസ്റ്റുല ചെയ്യാൻ അതിൻ്റെ ബലൂൺ വികസനം ഇതുണ്ടായിരുന്നു. അത് ചെയ്യാൻ നമ്മുടെ അടുത്ത് പൈസ ഇല്ല. അത് ചെയ്യാൻ തന്നെ ഒരു 40,000-50,000 രൂപ അതിന് ചിലവുണ്ട്. അത് ചെയ്യാൻ പറ്റിയില്ല. അത് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് പിന്നെ അങ്ങനെ കഴുത്തിലിട്ടതിനും കൈത്തത് ബ്ലോക്കായി. പിന്നെ കഴുത്തിലൂടെയാണ് ഡയാലിസിസ് നടന്നുകൊണ്ടിരുന്നത്. ഇവിടെ ഡയാലിസിസ് കഴിഞ്ഞ് വന്ന് അച്ഛന് പെട്ടെന്ന് ബോധം പോയി വേഗം മട്ടമ്പലം മദർ കെയർ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടെ വന്നിട്ടും BP അധികമായിട്ട് നരമ്പ് പൊട്ടിയിട്ട് ബ്ലഡ് ഫുള്ളും ഹെഡിൽ തലച്ചോറിൽ ഫുള്ളും ക്ലോട്ടായി. അപ്പോൾ ഇത് കയറിയപ്പോൾ അവർ ഡോക്ടർമാർ പറഞ്ഞു എത്രയും പെട്ടെന്ന് ഇത് ചെയ്യണം, സർജറി പോലെ തലയിൽ ബ്ലഡ് എടുക്കണം, അത്യാവശ്യം നല്ലൊരു 1 ലക്ഷം റുപ്യ ചിലവ് വരും പറഞ്ഞു. പെട്ടെന്ന് ഞങ്ങൾക്കത് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഞങ്ങൾ ഷിഫ്റ്റ് ചെയ്യാം, ഗവൺമെൻറ് കൊണ്ടുവന്നിട്ട് ഒരു എമർജൻസി ഓപ്ഷനായിട്ട് ഞങ്ങൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് കൊണ്ടുപോയി ചെയ്തത്. അവിടെ എത്തിയപ്പോഴും കുറച്ച് ലേറ്റായി. പിന്നെ അവർ ചെയ്ത് വന്ന് മാക്സിമം ഒരു 4 ദിവസത്തോളം ഞങ്ങൾ ICUവിൽ MAICUവിൽ അച്ഛനെ വെന്റിലേറ്ററായിരുന്നു. ഇന്നലെ ഏകദേശം ഒരു 12:30 മണിക്കാണ് അച്ഛൻ പോയിന്നലെ വരെ ഞങ്ങൾ അറിയിച്ചത്. ചന്ദ്രന്റെ വീടിന്റെ അവസ്ഥ നോക്കാം. വളരെ മോശം അവസ്ഥയിൽ, വളരെ പരിതാപകരമായ അവസ്ഥയിലാണ് അദ്ദേഹത്തിന്റെ വീടടക്കമുള്ളത്. ഏകദേശം 25 വർഷത്തിലധികം ചെയ്തു. അവസാനം ജോലി ചെയ്ത് കഴിഞ്ഞിട്ടും ഇതിന്റെ ചികിത്സയ്ക്കുള്ള പണം കൃത്യമായി ലഭ്യമാക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ അവസാനം ആശുപത്രി മാറ്റേണ്ടി വന്നു. മാറ്റിയതിനു ശേഷം ഏകദേശം 2 ദിവസത്തിലധികം ചികിത്സ ഗവൺമെന്റ് ആശുപത്രിയിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ തേടിയതിനു ശേഷമാണ് അദ്ദേഹം മരണത്തിന് കീഴടങ്ങിയത്. മൽഗോഷി മോഹനൊപ്പം ഗൂഗിൾ BS, മാതൃഭൂമി ന്യൂസ്, പാലക്കാട്.